ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് അഗെയിൻ ഞാനൊരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. കുറേ എന്ന് പറയാൻ മാത്രമില്ല, എന്നാലും കുറേ ചെടികളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഗ്രാസ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിക്കാൻ വിചാരിച്ചു. അതിൽ ചില ഗ്രാസൊക്കെ ഞാൻ മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, എന്നാലും അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേറെ ഉണ്ട് കേട്ടോ. സോ ആദ്യം തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ മൊത്തം ഒന്ന് കാണിക്കാൻ വിചാരിച്ചത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ നമ്മളെ തൈരിൻ്റെ പാത്രമൊക്കെ ഉണ്ടാവില്ലേ, അതിലിങ്ങനത്തെ ഒരു ഗ്രാസ് ഒക്കെ വെച്ചിട്ടാണ് ഭയങ്കര ഭംഗിയായിട്ട് ഇത് എത്രയൊക്കെ വളർന്നു കേട്ടോ. കാണാൻ എന്ത് ഭംഗിയില്ലാന്നറിയാം. അതിൻ്റെ അപ്പുറത്തായിട്ട് ഈ ഗ്രീൻ ഗ്രാസ്, ഇത് ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു ഗ്രീനും പർപ്പിളും പോലത്തെ ഒരു ഗ്രാസിൻ്റെ കൂടെ ഈ ലൈറ്റ് ഗ്രീനും യെല്ലോയും കൂടി മിക്സായ ഗ്രാസ് വരുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇതും വേറൊന്ന് ഗ്രാസ്, അങ്ങനെ അതുണ്ട്. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ ഇത് നമ്മളവിടെ കണ്ട സെയിം സാധനം, അത് ഇത്രയായിട്ടോ, ചെറിയ ഇതായിരുന്നു. പിന്നെ മണി പ്ലാന്റ്, വേറൊരു സൈസ് മണി പ്ലാന്റ്. പിന്നെ ഇത് വേറെ ഇങ്ങനത്തെ ബുഷി പ്ലാന്റ്, ബുഷിയല്ല, ഇങ്ങനത്തെ ഒരു പ്ലാന്റാണ്. ഇങ്ങനെ ഫുള്ളിങ്ങനെ പടർന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റാണ്, കാണാൻ നല്ല ഭംഗിയായിട്ടോ. പിന്നെ ഇത് വേറൊന്ന് ബുഷിയായിട്ട്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല രസം ഇങ്ങനെ കണ്ട് മൊത്തം ഇങ്ങനെ നിറഞ്ഞു വരും കേട്ടോ. പിന്നെ ഇത് നമ്മളെ വേറൊരു ടൈപ്പ് ഓഫ് ഗ്രാസാണ്, ഫ്ലവർ പോലെ തോന്നിക്കിട്ടോ. ഇതും ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടോ. ഇത് ഫ്ലവറൊന്നുമുള്ളതല്ല, വെറുതെ ഇങ്ങനെ ലീഫ് മാത്രം കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ ഇവിടെ കുറേ ഹാങ്ങിങ് പോട്ട്സ് ഉണ്ട്, പല സാധനങ്ങളുണ്ട്. റെഡ് ഫ്ലവറൊക്കെ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി എനിക്ക് പേരറിയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഈ ഒരു ഗ്രാസിൻ്റെ പേര് ടേർട്ടിൽ ഗ്രീൻ ഗ്രാസ് ആണ് കേട്ടോ, ടേർട്ടിൽ ഗ്രീൻ ഗ്രാസ്. പിന്നെ അങ്ങനെ കുറേ ചെടികളിങ്ങനെ ഇവിടെ ഉണ്ടാവും. ഇതാണ് എൻ്റെ ഒരു നാടൻ എന്ന് പറയുന്നത്. ഇതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കുറേ. ഇതാ കണ്ടോ, ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്ലവർ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ, അത് ഞാൻ വേണമെങ്കിൽ ഇതിൽ കുറച്ച് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനത്തെ സ്റ്റെപ്പായിരുന്നു അത്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഈ പോട്ട്സ് വെച്ചേക്കാണ്. നമ്മളിപ്പോൾ സ്റ്റെപ്പായിട്ട് അത് എടുക്കുന്നില്ല. ഇപ്പോൾ അത് നമ്മൾ പോട്ട്സ് വെക്കാനാക്കി കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ച് പോട്ട്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു മണി പ്ലാന്റ് ഉണ്ട്, ഇങ്ങനത്തെ ഗ്രില്ല് പോലത്തെ ഈ ഒരു സാധനം ഇങ്ങനെ മണ്ണിൽ ഇറക്കി വെക്കുക, എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലെ മണി പ്ലാന്റ് ഇങ്ങനെ ഇതാക്കാം. ഭയങ്കര ബിഗ്ഗായിട്ടുള്ള ലീഫൊക്കെയാണ്. ഇത് മണി പ്ലാന്റ് ആണെന്ന് തോന്നിക്കാത്ത രീതിക്കാണ് ഇപ്പോൾ ആയി വന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെയിറ്റിന് വേണ്ടിയിട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് മണി പ്ലാന്റ്. അപ്പോൾ വെറൈറ്റീസ് ആയിട്ടുള്ള 3 കളക്ഷൻസാണ് മണി പ്ലാന്റിൻ്റെ. ഇതൊരു ഫ്ലവർ പ്ലാന്റാണ്, ഫ്ലവറായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് ഇക്സോറ, തെച്ചിപ്പൂ, റോസ് കുഞ്ഞ്. പിന്നെ ഇത് ഭയങ്കര ഭംഗിയാണ്, ഒരു പർപ്പിൾ പൂവാണ്. ഇതിൻ്റെ പേരറിയില്ല. ഇതാ കണ്ടോ, ഇങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ പോവാ ഗൈസ്, നമുക്കിങ്ങനെ ഇതിവിടെ കുറേ ഉണ്ട് ഗൈസ്. ഇതൊന്നും കാണാൻ നല്ല ഭംഗി. ഇതിൻ്റെ ഫ്ലവർ ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഉണ്ടാവും റിയലായിട്ട്. ഒരു ഡാർക്ക് പിങ്ക് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും, കാണാൻ പറ്റും കണ്ടോ. പിന്നെ ഇത് നിങ്ങൾ ഹാങ്ങിങ് പോട്ടിൻ്റെ അവിടെയും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ 2 വെറൈറ്റീസാണ്, റെഡും ഈ ഒരു പിങ്കും. ഈ റെഡും പിങ്കും കൂടി ഒരു ചട്ടിയിൽ ഇതാക്കിയതാണ്, അതാണ് ഇത്ര ഭംഗി കേട്ടോ. എനിക്ക് നല്ല ഭംഗി തോന്നി. പിന്നെ ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ പോട്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയായിട്ടോ. ഇപ്പോൾ റെയിനി സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലോണം വെള്ളം കിട്ടുമല്ലോ ഈ ചെടികൾക്കൊക്കെ, അപ്പോൾ നല്ലോണം ഉണ്ടാവും. പിന്നെ ഇത് വേറൊന്നാണ്, ഇത് ഇങ്ങനത്തെ ടൈപ്പാണ്. ഇതിൻ്റെ നല്ല ഭംഗിയാണ്, കളർഫുൾ ലീഫാണ്. ഇതിങ്ങനെ പോവാം. വീണ്ടും ബുഷി ചെടി. ഇതനദർ ബുഷിയായിട്ടുള്ള ഒരു ടൈപ്പ് ചെടിയാണ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതിങ്ങനെ പറിക്കും, ഭയങ്കര രസം ഇങ്ങനെ പറിച്ച് കളിക്കും. ഞാൻ കാണിച്ചിടാം. ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് വേറൊന്നാണ്, ഇത് നല്ല ഭംഗിയായിരുന്നു. അത് റെഡിയായി വരുന്നുണ്ട്, കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു. ഇതും അവിടെ ഹാങ്ങിങ് കോട്ടിൽ കണ്ടിട്ടുണ്ടാവും. ഇത് വേറൊരെണ്ണം,
ഇതിൻ്റെ വെറൈറ്റീസ് ഉണ്ട്, ഓരോ വെറൈറ്റീസായിട്ട് കാണിച്ചു തരാം. ആദ്യം ഈ ഒരെണ്ണം, പിന്നെ ഇതാണ്, ഇതിന് ഇതാ ഒരു പർപ്പിൾ പോലത്തെ ഇതുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു അടിപൊളിയായിട്ടുള്ള ലീഫാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ കളർ ചേഞ്ച് ആണ്, നോർമൽ ഡാർക്ക് ഗ്രീൻ ആയിട്ട്. പിന്നെ അവിടെ വേറൊന്നുകൂടി ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയായിട്ട്. അതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഉള്ളത്. പിന്നെ ഇത് അത്യാവശ്യം എല്ലാവരുടെ അടുത്തുണ്ടാവും, നമ്മൾ കഞ്ഞിക്കൂർക്കൽ കേട്ടോ, പനിയൊക്കെ വരുമ്പോൾ എടുക്കുന്നത്. പിന്നെ ഇതൊരു ഫ്ലവറാണ്, യെല്ലോ കളറിലുള്ള ഫ്ലവറൊക്കെ ആവുന്നേ ഉള്ളൂ, ഇപ്പോൾ കുറേയൊക്കെ പോയി. പിന്നെ ഈ ഫ്ലവർ ഞാൻ വണ്ടീനെ തേടുന്ന പറഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളർ ചേഞ്ച് ഇതേ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, അത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഇതേ നിങ്ങൾ കണ്ടോ, അതിൻ്റെ ഇടയിലായിട്ട് അതതിൻ്റെ കളർ ചേഞ്ചാണ്. പിന്നെന്താ ഇങ്ങനെ പോവാൻ പറ്റും. ഇത് പോപ്പി എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഇത് പിന്നെ തുളസി. പോപ്പിയിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, പക്ഷേ അത് ഈ റെയിനി ടൈമിൽ ആയിട്ടുണ്ടാവില്ല, അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, റോസ് കണ്ടോ. ഇതും വേറൊരു ടൈപ്പ് ഓഫ് ഫ്ലവറാണ്. ഓക്കെ, ഇത് എവിടെയുണ്ട് നമ്മളിപ്പോൾ കണ്ട അതേ ഫ്ലവർ. പിന്നെ അതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു മരം ചെമ്പരത്തിയാണ്. ഇവിടെ വേറെ ചെമ്പരത്തി ഉണ്ട്. പിന്നെ ഇതും വേറൊരു ഫ്ലവറാട്ടോ. ഇത് ഈ ഒരു സംഭവത്തിൻ്റെ വേറൊരു ടൈപ്പാണ്, റെഡ് കുഞ്ഞതായിട്ടുള്ള ഒരു ഫ്ലവർ. പിന്നെ ഇതൊരു വൈറ്റ് കളറ് മുല്ല പോലത്തെ ഒരു പൂ ഉണ്ടാവുന്നതാണ്. പിന്നെ ഇതും വേറൊരു പ്ലാന്റാണ്. പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ 10 മണി, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബാക്കിയൊക്കെ ഇനിയിപ്പോൾ ഉണ്ടാകുമ്പോൾ ഇടാം കേട്ടോ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സോ ബൈ.